പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഓഗസ്റ്റ് 22 വെള്ളിയാഴ്ച നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. ഇന്നത്തെ നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവേ, നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ കർത്താവേ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. എൻ്റെ കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന മക്കളുടെ മേൽ കർത്താവിൻ്റെ സത്യവുകട്ടെ. ഈശോ, അങ്ങയുടെ മക്കൾ അവർക്ക് അങ്ങ് നൽകുന്ന ഓരോരോ ഹോംവർക്കുകൾ, ഗൃഹപാഠങ്ങളെല്ലാം അങ്ങയുടെ വലിയ സ്നേഹത്തെ തിരിച്ചറിയാൻ വേണ്ടിയുള്ള അങ്ങയുടെ ദൈവവിളിയാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ.
ഇന്ന് യാത്ര ചെയ്യുന്നവർ, രോഗികളായിരിക്കുന്നവർ, ഇന്ന് പ്രസവിക്കുന്നതിന് വേണ്ടി ഡേറ്റ് എടുക്കുന്ന അമ്മമാർ, ഇന്ന് പ്രഗ്നൻ്റ് ആയിട്ട് ടെസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ കർത്താവേ ഈ ടെസ്റ്റ് എങ്ങനെ വെക്കണേ എന്ന് പ്രാർത്ഥിച്ച് അങ്ങനെ കണ്ണീരോടെ ഇട്ടിട്ട് പല പ്രാവശ്യം ഈശോൻ്റെ അമ്മയും മുത്തിക്കൊണ്ട് ആ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നവർക്കെല്ലാം നല്ല ഫലം കൊടുക്കണേ കർത്താവേ. പരീക്ഷയ്ക്ക് പോകുന്നവർ, റിസൾട്ട് നോക്കാൻ പോകുന്നവർ, ജപ്തി നടപടിയിലേക്ക് പരിഹാരം കാണാൻ പോകുന്നവർ, ആരെല്ലാം കർത്താവെ കണ്ണീരോടെ പോകുന്നു അവരെല്ലാം ജയഘോഷത്തോടെ നിൻ്റെ നാമത്തിൽ വിളിച്ചുകൊണ്ട് കർത്താവെ തിരികെ വരാൻ ദൈവത്തെ നാമം മഹത്വപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മ പരിശുദ്ധമ്മ ദൈവമാതാവ് യേശു ക്രിസ്തുവിനെ ഗർഭം ധരിക്കുകയും പ്രസവിക്കുകയും വളർത്തുകയും കുരിശിൻ്റെ ചുവട് നിൽക്കുകയും ദൈവത്തിന് നീതി നിറവേറ്റുകയും ചെയ്ത അമ്മ കന്യാസി മറിയം നിങ്ങളെ മാധ്യസ്ഥം വഹിക്കുകയും നിങ്ങളെ ആശീർവദിക്കുകയും ദൈവനാമം മഹത്വപ്പെടുത്താൻ വേണ്ടി പിതാവായ ദൈവം നിങ്ങളെ യേശു ക്രിസ്തു തിരഞ്ഞെടുത്തു എന്നുള്ള ബോധത്താൽ ദൈവത്തിലെ നമുക്ക് ജീവിക്കാം. ദൈവം നമ്മോടുകൂടെ. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവിൻ്റെ ഒരു തീവ്രത അതിന് കുറഞ്ഞ് വരുമ്പോൾ നമുക്കറിയാൻ പറ്റും. പരിശുദ്ധാത്മാവ് നിർവീര്യമാക്കരുതെന്ന് പറഞ്ഞിട്ടില്ല. 1 Thessalonians 5:19. ആത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത്. അതാ ആത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത്. ഇപ്പം ആത്മാവിന് ഒരു ടെൻഡൻസി ഉള്ളത് പെട്രോൾ വെയിലത്ത് വെച്ചിരുന്ന് ആവിയായി പോകത്തില്ലേ, അളവിലും കുറവുണ്ടാവും. നമ്മൾ വലിച്ചു കെട്ടിയ ലൈൻ കമ്പിയിൽ വല്ല ഓലമടല, വല്ല തെങ്ങ്, വല്ല ഈ വൃക്ഷത്തിൻ്റെ കമ്പ വീണ് കഴിഞ്ഞാൽ പ്രസരണ നഷ്ടം ഉണ്ടാകത്തില്ലേ. അതുപോലെ തന്നെ ദൈവാത്മാവിൽ നിറഞ്ഞിരിക്കുന്ന വ്യക്തിക്ക് ലോകാരൂപി മുട്ടിയാലും ചോർച്ച ഉണ്ടാകും. ലോകാരൂപി എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? 5:19 എടുത്ത് ഗലാത്യർ. ജഡത്തിന്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം. ജഡത്തിന്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം. അവ നിങ്ങളൊന്ന് ചിന്തിക്കണേ. അവ വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത, കലഹം, അസൂയ, കോപം, മാത്സര്യം, ഭിന്നത, വിഭാഗീയ ചിന്ത, വിദ്വേഷം, മദ്യപാനം, മധുരോത്സവം ഇവയും ഈ ദൃശ്യമായ ഇവർക്ക് തുല്യമായ മറ്റു പ്രവൃത്തികളുമാണ്. ഇതാണ് ഈ പ്രസരണ നഷ്ടം ഉണ്ടാക്കുന്നത്. ദൈവാരൂപി നമ്മുടെ ഉണ്ടെങ്കിലും ഈ ലോകാരൂപി വന്ന് മുട്ടിക്കഴിഞ്ഞാൽ പ്രസരണ നഷ്ടം ഉണ്ടാകും. എന്താണ് അത്? 1 Thessalonians 5:19 അനുസരിച്ച് വീര്യം ശക്തി പോവും പരിശുദ്ധാത്മാവിൻ്റെ. പരിശുദ്ധാത്മാവ് ലോകാരൂപിയെ കൊണ്ട് പ്രസരണ നഷ്ടം ഉണ്ടാകുകയാണെങ്കിൽ പിന്നെ പരിശുദ്ധാത്മാവ് ബാക്കി ഉണ്ടാകത്തില്ല. ഇങ്ങനെയാണെങ്കിൽ എങ്ങനെ ക്രിസ്ത്യ ജീവിതം നയിക്കും എന്ന് ചോദിച്ചാൽ കർത്താവ് അതിന് ഉത്തരം പറയുന്നുണ്ട്. ഇങ്ങനെയാണെങ്കിൽ എങ്ങനെയാണെന്ന് ചോദിക്കത്തില്ലേ? മത്തായി 19:10-11. ശിഷ്യന്മാർ അവനോട് പറഞ്ഞു ഭാര്യാഭർത്തൃ ബന്ധം. നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ക്രിസ്തീയ ജീവിതം അത് തന്നെ. ഇത്തരത്തിലുള്ളതെങ്കിൽ വിവാഹം ചെയ്യാതിരിക്കുന്നതാണല്ലോ വിവാഹം ചെയ്തിരിക്കുന്നതല്ലേ ഭേദം. ക്രിസ്തീയ ജീവിതം അസാധ്യമാണെങ്കിൽ പിന്നെ എങ്ങനെ ജീവിക്കാതിരിക്കുന്നതല്ലേ ഭേദം എന്ന് ചോദിക്കുന്നത് തുല്യമാണിത്. അതിന് ഈശോ പറഞ്ഞ മറുപടി നോക്കിയേ. അവൻ പറഞ്ഞു കൃപ ലഭിച്ചവരല്ലാതെ മറ്റാരും ഈ ഉപദേശം ഗ്രഹിക്കുന്നില്ല. ഇപ്പം കൃപ ലഭിക്കണമെന്നാണ് പറയുന്നത്. ഇതിന് തനത് കൃപയെന്ന് പറയും. ഓരോ സബ്ജക്റ്റ് വൈസ് കൃപയുണ്ട്. ഇതിന് നമ്മൾ യുണീക്ക് ഗ്രേസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. തനത് കൃപ എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഭക്തി കുറഞ്ഞു പോയി? അതെന്താ? പരിശുദ്ധാത്മാവിൻ്റെ ഫലമാണ് ഭക്തി. അപ്പോൾ അവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താണ്? 1 Thessalonians 5:10 വർക്കൗട്ട് ചെയ്തിട്ട് ആത്മാവ് നിർവീര്യമായതാണ്. ഏഷണിയും പരദൂഷവും നിങ്ങൾ പറഞ്ഞു, അല്ലെങ്കിൽ മത്സരത്തിൻ്റെ ചെന്ന് ചാടി അത് ലോകാരൂപിയായത് കാരണം വീണ്ടും പ്രസരണം നഷ്ടമുണ്ടാകും. ആത്മാവ് നിർവീര്യമാകും. ആത്മാവ് നിർവീര്യമാക്കരുത് എന്നാണ് പറയണത്. അപ്പോൾ ആരാണ് ആക്കണത്? അതാരാണ്? നമ്മളാ. പരിശുദ്ധാത്മാവിനെ നിർവീര്യമാക്കരുത് എന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്രിക്കോഷ്യസ് റെമഡി എടുക്കാം, അല്ലേ? ഒരു മുൻകരുതലെടുക്കാം. പക്ഷേ അങ്ങനെയല്ല സംഭവം. രോഗം വരുത്തരുത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പോസിറ്റീവ് എന്താണ്? ആരോഗ്യമായിട്ടിരിക്കണമെന്നല്ലേ? നിങ്ങൾ നിർവീര്യമാക്കരുത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിർവീര്യമാക്കാതിരിക്കാൻ എന്ത് ചെയ്യണം?
നമ്മൾ നിർവീര്യമാക്കാതിരിക്കാനുള്ള നടപടി സ്വീകരിക്കുകയല്ല ചെയ്യണത്, വീര്യപ്പെടുത്താനുള്ള നടപടി സ്വീകരിക്കണം. പരിശുദ്ധാത്മാവിനെ നിർവീര്യമാക്കരുതെന്ന് പറയുമ്പോൾ തന്നെ 1 തെസ്സലോനിക്കർ 5:19 പരിശുദ്ധാത്മാവ് നിർവീര്യമാക്കരുത് എന്ന് പറയുമ്പോൾ ആ കർമ്മം ചെയ്യണത് ആരാണ്? അത് നമ്മളല്ലേ. അപ്പോൾ അതിന് ചെയ്യേണ്ട മാർഗം, നമ്മളാണ് നിർവീര്യമാക്കണമെങ്കിൽ നമ്മൾക്ക് അതുപോലെ തന്നെ വീര്യപ്പെടുത്താനും പറ്റും. നമ്മൾ ആത്മാവിനെ വീര്യപ്പെടുത്താൻ വേണ്ടി നിലപാടെടുത്തിട്ട് മുന്നോട്ട് പോയാൽ പിന്നെ നിർവീര്യമാക്കരുതെന്നുള്ളത് അപ്രസക്തമായി പോകും. ആധ്യാത്മിക വിഷയം അങ്ങനെയാണ് കൈകാര്യം ചെയ്യണത്. അപ്പോൾ നിങ്ങളിതൊക്കെ ചോദിക്കും, ഇതൊക്കെ വല്ലതും നടക്കുമോ അച്ഛാന്ന് ചോദിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കേട്ടിരിക്കുന്നവരൊക്കെ ഈ 0 വോൾട്ടേജുള്ള ആൾക്കാരുണ്ടാവുമല്ലോ, ഇതൊക്കെ വല്ലതും നടക്കണ കാര്യമാണോ? അപ്പോൾ കർത്താവ് പറഞ്ഞു, സ്വർഗത്താനോട് ചോദിച്ചില്ല ആ ചോദ്യം. അങ്ങനെയാണെങ്കിൽ ആർക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്ന് ചോദിച്ചില്ലേ? അപ്പോൾ മനുഷ്യർക്കിത് അസാധ്യമാണ്, ദൈവത്തിനെല്ലാം സാധ്യമാണ്. ആ വചനം എടുത്തേ, മത്തായി 19:26. യേശു അവരെ നോക്കി പറഞ്ഞു, മനുഷ്യർക്ക് ഇത് അസാധ്യമാണ്. മനുഷ്യർക്ക് ചിലർക്ക് അസാധ്യമായിരിക്കും, എന്നാൽ ദൈവത്തിന് എല്ലാം സാധ്യമാണ്. അപ്പം നിന്നെ വിശുദ്ധി നിലനിർത്താൻ ദൈവത്തിന് കഴിയും. അതുകൊണ്ടാണ് ഈശോ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത്. എന്താ പഠിപ്പിച്ചത്? ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.